അങ്ങനെ എല്ലാ ഫുട്ബോൾ ആരാധകരും കാത്തിരിക്കുന്ന ലോകകപ്പ് വീണ്ടും നമുക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പറയാനുള്ളത് അർജന്റീന വീണ്ടും ലോകകപ്പ് എടുക്കുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ്. ചരിത്രം നോക്കിയാൽ ബാക്ക് ടു ബാക്ക് ലോകകപ്പ് എടുക്കുന്നത് അത്ര എളുപ്പമല്ല. കാരണം ലോകം മുഴുവനും കഴിഞ്ഞ ചാമ്പ്യൻസിനെ എങ്ങനെയെങ്കിലും വീഴ്ത്തണം എന്ന ലക്ഷ്യത്തോടെയാണ് കളിക്കുന്നത്. ഓരോ ടീമും എക്സ്ട്രാ മോട്ടിവേഷനോടെ കളിക്കും. മാത്രമല്ല ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരം വരെ ഒരു ഫൈനൽ ഫീലിംഗ് തരും. അർജന്റീന വീണ്ടും ലോകകപ്പ് എടുക്കുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്താലോ? അതെ, 2022 ഖത്തർ ലോകകപ്പിൽ അർജന്റീന കപ്പ് ഉയർത്തിയ ആ രാത്രി ഇന്നും ഫുട്ബോൾ ലോകം മറന്നിട്ടില്ല. കാരണം അത് വെറും ഒരു ടീം ജയിച്ചതല്ല, വർഷങ്ങളോളം വിമർശനം കേട്ട ഒരു തലമുറ അവസാനമായി ലോകത്തോട് പറഞ്ഞ മറുപടിയായിരുന്നു അത്. ഇപ്പോൾ വീണ്ടും ലോകകപ്പ് എത്തുമ്പോൾ ലോകം മുഴുവനും ഒരേ ചോദ്യം ചോദിക്കുന്നു: അർജന്റീന വീണ്ടും അത് ആവർത്തിക്കുമോ? അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീം എന്നൊരു ടീം ഇപ്പോൾ ഒരു സാധാരണ ദേശീയ ടീമല്ല, ഇതൊരു തലമുറയുടെ കഥയാണ്. പഴയ അനുഭവം, പുതിയ തീപ്പൊരിയും ഒരുമിച്ചെത്തുന്ന ഒരു സ്ക്വാഡ്. അതുകൊണ്ടാണ് ഈ ടീം ഇപ്പോൾ എല്ലാവർക്കും അപകടകാരിയായി തോന്നുന്നത്. എല്ലാവരും ആദ്യം നോക്കുന്നത് ഒരാളിലേക്കാണ്, അതെ, ലയണൽ മെസ്സി. ഇത് അദ്ദേഹത്തിന്റെ അവസാന ലോകകപ്പ് ആകുമോ എന്നൊരു സംശയം ലോകമെമ്പാടുമുണ്ട്. പക്ഷെ ഇന്നും മൈതാനത്ത് അദ്ദേഹം പന്ത് കാലിൽ കിട്ടുമ്പോൾ ആളുകൾക്ക് ഒരു പേടിയുണ്ട്. കാരണം മാച്ച് എവിടെയെങ്കിലും കുടുങ്ങിയാൽ ഒരു പാസ്, ഒരു ചെറിയ മൂവ്മെന്റ്, ഒരു ഫ്രീ കിക്ക്, അതോടെ എല്ലാം മാറും. മുമ്പ് മെസ്സിക്ക് ചുറ്റുമുള്ള ടീം അദ്ദേഹത്തെ മാത്രം ആശ്രയിച്ചവരായിരുന്നു. പക്ഷെ ഇപ്പോൾ അവസ്ഥ മാറി. ഇപ്പോൾ മെസ്സി ഒറ്റയ്ക്ക് ഈ ടീമിനെ വലിക്കുന്നില്ല, മറിച്ച് ഈ ടീം മുഴുവൻ മെസ്സിയെ സംരക്ഷിച്ചുകൊണ്ടാണ് കളിക്കുന്നത്. അർജന്റീനയുടെ ഏറ്റവും വലിയ ശക്തി ഇപ്പോൾ അവരുടെ അറ്റാക്സ് മാത്രമല്ല, അവരുടെ കെമിസ്ട്രിയാണ്. ജൂലിയൻ അൽവാരസ് എന്ന താരത്തെ നോക്കൂ. ഈ മനുഷ്യൻ സ്ട്രൈക്കർ മാത്രമല്ല, ഒരു പ്രസ്സിംഗ് മെഷീൻ കൂടിയാണ്. മുന്നിൽ നിന്ന് ഓടി എതിരാളികളുടെ ബിൽഡപ്പ് തകർക്കും, മെസ്സിക്ക് സ്പേസ് ഉണ്ടാക്കും, അവസരം കിട്ടിയാൽ ക്ലിനിക്കൽ ഫിനിഷിങ്ങും. ലോകകപ്പിൽ ഇത്തരത്തിലുള്ള ഹാർഡ് വർക്കിംഗ് ഫോർവേഡ്സ് സ്വർണം പോലെയാണ്. അതുപോലെ തന്നെ ലൗറ്റാറോ മാർട്ടിനസ് വീണ്ടും പഴയ ഷാർപ്പ്നെസ് കണ്ടെത്തിയാൽ അർജന്റീനയുടെ അറ്റാക്ക് മറ്റൊരു ലെവലാവും. ഒരിക്കൽ ആരാധകർ വിമർശിച്ച താരം ഇന്ന് വീണ്ടും ഡേഞ്ചറസ് ഫിനിഷറായി മാറുകയാണ്. മിഡ്ഫീൽഡിലേക്ക് വന്നാൽ പല ടീമുകൾക്കും ഇവിടെ തന്നെയാണ് പേടി തുടങ്ങുന്നത്. എൻസോ ഫെർണാണ്ടസ്, ഈ താരം കളി നിയന്ത്രിക്കുന്ന രീതിയിൽ കണ്ടാൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രായം മറക്കും. കാൾമിനാസ്, പ്രസ്സിംഗ് റേഞ്ച്, ലോങ് ബാൾസ്, ഡിഫൻസീവ് വർക്ക് എല്ലാം ഉണ്ട്. ബിഗ് മാച്ചിൽ അദ്ദേഹം ടെമ്പർമെന്റ് ഉണ്ട്. അതിനൊപ്പം തന്നെ അലക്സിസ് മാക്കലിസ്റ്റോ. ആളുകൾ ഗോൾസ് മാത്രം നോക്കുമ്പോൾ ഈ താരം ചെയ്യുന്ന സൈലന്റ് വർക്ക് പലരും കാണുന്നില്ല. ഗെയിം ഇന്റലിജൻസ് അതിശക്തമാണ്. എവിടെ നിൽക്കണം, എപ്പോൾ പ്രസ് ചെയ്യണം, എപ്പോൾ ടെമ്പോ സ്ലോ ആക്കണം, എല്ലാം അറിയാം ഇവന്. അതിനുശേഷം വരുന്ന അർജന്റീനയുടെ എഞ്ചിൻ റോഡ്രിഗോ ഡി പോൾ. ചിലർ തമാശയായി മെസ്സിയുടെ ബോഡി ഗാർഡ് എന്നൊക്കെ വിളിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഈ താരം ടീമിന്റെ ഇമോഷണൽ ഹെർട്ട് ബീറ്റ് ആണ്. അഗ്രഷൻ, എനർജി, ഫൈറ്റിംഗ് സ്പിരിറ്റ്. ഒരു ലോകകപ്പ് ക്യാമ്പയിനിൽ ഇത്തരം താരങ്ങൾ ഇല്ലെങ്കിൽ ടീം തന്നെ തകരും. ഡിഫൻസിലും അർജന്റീന ഇപ്പോൾ വളരെ മെച്യൂർഡാണ്. ക്രിസ്ത്യൻ റൊമേറോ അഗ്രസീവ് വാരിയറാണ്. സ്ട്രൈക്കറിനെ ബ്രീത്ത് ചെയ്യാൻ പോലും അനുവദിക്കില്ല. ഇതിനൊപ്പം ലിസാൻഡ്രോ മാർട്ടിനസ്. എന്തിന്, പഴയ സ്ക്വാഡ് തന്നെ. ഹൈറ്റ് കുറവാണെന്ന് ആളുകൾ പറഞ്ഞപ്പോൾ ഇന്റലിജൻസ് കൊണ്ട് മറുപടി പറഞ്ഞ ഡിഫൻഡർ ലിസാൻഡ്രോ മാർട്ടിനസ്. ബോൾ പ്രോഗ്രഷൻ മുതൽ ലാസ്റ്റ് ടച്ച് വരെ, ടാക്കിൾസ് വരെ കംപ്ലീറ്റ് പാക്കേജ് ആക്കി കൊടുക്കുന്ന ലിസാൻഡ്രോ മാർട്ടിനസ്. പിന്നെ ഗോൾ കീപ്പർ സ്ഥാനത്ത് എമിലിയാനോ മാർട്ടിനസ്. ഇപ്പോൾ അർജന്റീനയ്ക്ക് ഒരു സൈക്കോളജി വെപ്പണാണ് ഇവൻ. പെനാൽറ്റി ഷൂട്ടൗട്ട് വന്നാൽ പോലും എതിരാളികൾ നെർവസ് ആക്കും. കാരണം ഈ മനുഷ്യൻ മൈൻഡ് ഗെയിംസ് കൊണ്ട് കളിക്കും. ബിഗ് സേവ്സ് ചെയ്യും, പ്രഷർ എൻജോയ് ചെയ്യുന്ന മുതൽ. ലോകകപ്പിൽ ഇത്തരം ഗോൾ കീപ്പർ ഉണ്ടെങ്കിൽ ടീമിന് എക്സ്ട്രാ കോൺഫിഡൻസ് ആണ്. പക്ഷേ ഈ തവണ അർജന്റീനയെ കൂടുതൽ ഡേഞ്ചറസ് ആക്കുന്നത് യുവതാരങ്ങളാണ്. നിക്കാപോസ്, അജൻഡോ, ഗർണാച്ചോ, ഇവരൊക്കെ ന്യൂ എനർജിയാണ്. വലിയ ഡിഫൻഡറാണോ എന്ന് നോക്കില്ല, നേരെ അറ്റാക്ക് ചെയ്യും. ബെഞ്ചിൽ നിന്ന് ഇറങ്ങി മാച്ച് മാറ്റാൻ കഴിയുന്ന പ്ലേയേഴ്സ്. പക്ഷെ ക്ലോഡിയോ എന്ന വണ്ടർ കിഡിനെ കുറിച്ച് സൗത്ത് അമേരിക്കയിൽ ഇപ്പോൾ വലിയ ഹൈപ്പുണ്ട്. ക്രിയേറ്റിവിറ്റി, ട്രിബ്ലിംഗ്, കോൺഫിഡൻസ്, സ്ട്രീറ്റ് ഫുട്ബോൾ വൈബുള്ള താരം. അതുപോലെ ഫ്രാൻകോ മസ്റ്റുവാനോ. വളരെ ചെറുപ്പമായിട്ടും മെച്യൂരിറ്റി കാണിക്കുന്ന അറ്റാക്കിംഗ് ടാലന്റ്. അർജന്റീന ഫ്യൂച്ചർ പ്ലാനിങ്ങിൽ ഇപ്പോഴേ തുടങ്ങിയതിന് ഉദാഹരണമാണ് ഇവർ 4 പേർ. പക്ഷെ എന്നിരുന്നാലും ലോകകപ്പ് വെറും ടാലന്റ് കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല. പ്രഷർ നല്ല പോലെ ഹാൻഡിൽ ചെയ്യണം, ഇഞ്ചുറീസ് അവോയ്ഡ് ചെയ്യണം, സ്ക്വാഡ് ഹാർമണി നിലനിർത്തണം. അതാണ് ലയണൽ സ്കലോണി എന്ന കോച്ചിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. അദ്ദേഹം സൂപ്പർ സ്റ്റാർ ഈഗോകളെ കുടുംബമാക്കി മാറ്റി. മുമ്പ് അർജന്റീന ഡ്രസ്സിംഗ് റൂം പൊളിറ്റിക്സ് ആയി വിമർശിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ സിറ്റുവേഷൻ പൂർണ്ണമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ലോകം വീണ്ടും കമ്പയർ ചെയ്യുന്നു. ഫ്രാൻസ്, ബ്രസീൽ, ഇംഗ്ലണ്ട്, സ്പെയിൻ, പോർച്ചുഗൽ ഇവരെല്ലാം മറികടന്ന് അർജന്റീന ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് എടുക്കുമോ എന്നത്. കാരണം ഇവരെല്ലാവരും ഇപ്പോൾ ഡബിൾ സ്ട്രോങ് ആണ്. ചരിത്രം നോക്കിയാൽ ബാക്ക് ടു ബാക്ക് ലോകകപ്പ് എടുക്കുന്നത് അത്ര എളുപ്പമല്ല.
കാരണം ലോകകപ്പ് മുഴുവൻ ചാമ്പ്യൻസിനെ വീഴ്ത്താൻ വരും. ഓരോ ടീമും എക്സ്ട്രാ മോട്ടിവേഷനോടെ കളിക്കും. അർജന്റീനയ്ക്കെതിരെ കളിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഫൈനൽ ഫീലിംഗ് ആയിരിക്കും. പക്ഷെ ഒരു കാര്യം അർജന്റീനയ്ക്ക് അഡ്വാൻറ്റേജ് ആണ്. അവർ ഇനി ഭയപ്പെടുന്ന ടീമല്ല, മറിച്ച് മറ്റുള്ളവർ ഭയപ്പെടുന്ന ഒരു ടീമായി അർജന്റീന മാറിയിട്ടുണ്ട്. മുമ്പ് പ്രഷർ മെസ്സിയുടെ മേൽ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രഷർ മുഴുവൻ സ്കോർ ഷെയർ ചെയ്യുന്നു. അതേസമയം ആരാധകരുടെ മനസ്സിൽ ഒരു ഇമോഷണൽ ചിന്തയുണ്ട്. മെസ്സി വീണ്ടും ലോകകപ്പ് ഉയർത്തിയാൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഇമോഷണൽ സ്പോർട്സ് മൊമെന്റിൽ കളിക്കുന്ന ഒന്നാകുമത്. കാരണം 2022 അദ്ദേഹം ലോകം കീഴടക്കി. 2026 വീണ്ടും അത് ചെയ്ത് അർജന്റീനയെ ഒരു ഹൈ റേഞ്ച് ടീമാക്കി മാറ്റും. പക്ഷെ ഫുട്ബോൾ ഒരിക്കലും സ്ക്രിപ്റ്റിന് അനുസരിച്ച് പോകില്ല. ചെറിയ ഇഞ്ചറി, ഒരു റെഡ് കാർഡ്, ഒരു പെനാൽറ്റി മിസ്, ഒരു ബാഡ് നൈറ്റ്, അതോടെ ലോകകപ്പ് സ്വപ്നം അവസാനിക്കാം. അതാണ് ഈ ടൂർണമെന്റിന്റെ ബ്യൂട്ടി. ഇപ്പോൾ ചോദ്യം ഒന്ന് മാത്രമാണ്, ഈ അർജന്റീന വീണ്ടും ലോകത്തെ ഞെട്ടിക്കുമോ എന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ലോകകപ്പ് തുടങ്ങുമ്പോൾ ആളുകൾ ആദ്യം നോക്കുന്ന ടീമുകളിൽ ഒന്ന് അർജന്റീനയായിരിക്കും. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് ഹങ്കർ ഉണ്ട്, അവർക്ക് മാഡ്നസ് ഉണ്ട്. ഏറ്റവും വലിയ കാര്യം, അവർക്ക് ഇപ്പോഴും മെസ്സി ഉണ്ട്. So we are waiting for the World Cup 2026. നിങ്ങളുടെ ഇഷ്ട ടീം ഏതാണ്? താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തൂ.